ശക്തി ആരാധന എന്നുള്ള വിഷയം. എന്താണ് ശക്തി, എന്തിനാണ് അതിനെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത പല കാര്യങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ശരിയായ സമയത്ത് ശക്തി തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിനോട് കൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനയോട് കൂടിയിട്ട് ആരംഭിക്കാം. അതാണ് നിമിത്തം കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ശക്തി തന്നെയാണ് നമ്മുടെ കൂടിയുണ്ട് എന്നുള്ളത് ഇതാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഗുരു ബ്രഹ്മാ വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാഥാദിഗുരുത്രയം ഗണപതിം വിടത്രയം വൈരവം സിദ്ധൗകം വടുകത്രയം പദയുഗം ദ്യുതിക്രമം മണ്ഡലം വിരാപനിം ശ്രീമന്മാലിനീ മന്ത്രരാജസമിതം വന്ദേ ഗുരുമണ്ഡലം. ഓം സഹസ്രദള പങ്കജേ സകലശീതലപ്രഭം വരാഭേകരം ഭുജം വിമലഗന്ധപുഷ്പാംബരം പ്രസന്നവദനേ ക്ഷണം സകലദേവതാരൂപം ഹരിവിധാനപൂർവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണ. ഓം പട്ടസ്വരൂപേ മണിമയ സദൃശേ ദിവ്യലോകാഭിമാന്യോ ദിശേ ദേവി തപൂല്യടേ വൾമക്കാവിൽ ദേവി ദേവി കാത്യായനി ദേവതൈകളും ചിന്തയും ഇഷ്ടാവിഷ്ടപ്രദായി സകലഗുണപ്രീതികാരുമാം മദങ്കാലനമുജ്ജവാസനമണിം ഗോവിന്ദമാദ്യം വ്യാസപാണിനീ ഗർഗനാരതാകമുനീന്ദ്രൻ ദുർഗാഞ്ചാഭിമൃതംഗശൈലനിലയാം ശ്രീഭോർക്കലീം ശുദ്ധാം ശക്തി. ശക്തി എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ശക്തി? ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ പറയും എനിക്ക് നല്ല ശക്തിയുണ്ട്, അല്ലേ, കൈ ശക്തിയുണ്ട്. നമ്മൾ സാധാരണ പറയും അവന് നല്ല ബുദ്ധിശക്തിയാണ്, ഓർമ്മശക്തിയാണ്. അല്ലെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ പറയും കാറ്റിന് നല്ല ശക്തിയുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് പറയും മഴക്ക് നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ ഒന്ന് ഇതിലുണ്ട് ശക്തി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് കാറ്റായിട്ടുണ്ട്, മഴയുടെ സമയത്തുണ്ട്, നമ്മൾ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് ഒഴുകി വരുന്നു എന്ന് പറയും. കുട്ടികളെ പറയുന്ന ബുദ്ധി, നല്ല ബുദ്ധിശക്തിയുണ്ടെന്ന്. ഓർമ്മയുടെ കാര്യത്തിൽ പറയുമ്പോൾ ശക്തിയുണ്ട്. അപ്പോൾ എന്താണ് ഈ ശക്തി? ഇത് പറയുന്ന കാര്യമാണ്. എന്താണ് ഈ ശക്തി? നമ്മൾ ഇവിടെ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീ, ദേവി എന്നാണ്. നമ്മൾ സാധാരണ പറയും ശിവനും ശക്തി. അപ്പോൾ ശക്തിയായിട്ടുള്ളത് ശിവനാണ്. ശക്തി സാധാരണ പറയും ഒരു വിജയിച്ച ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ആ പുരുഷനുള്ള ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവി. ആ നമ്മൾ സഹസ്രനാമം വായിക്കുന്നവർക്കറിയാം ശക്തിയെ പറ്റിയിട്ട് സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപം. ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഈ മൂന്നും ആണ് ദേവി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശക്തി എന്ന് പറഞ്ഞാൽ ദേവി എന്ന് ഉറപ്പിക്കും. അപ്പോൾ അത് ഇച്ഛാശക്തിയായിട്ടും ജ്ഞാനശക്തിയായിട്ടും ക്രിയാശക്തിയായിട്ടും. ഇച്ഛാശക്തി എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. നാളെ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഇന്നേതായിട്ട് തീരണം, എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടണം എന്നുള്ളതാണ് ആ ഇച്ഛാശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവിടെ ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനുള്ള ജ്ഞാനം വേണം. ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് കാര്യമാണ് ജീവിതത്തിൽ ചെയ്യണമോ അപ്പോൾ അതിന് ജ്ഞാനം വേണം. അതിന് ചെയ്യണമെങ്കിൽ നമുക്കതിന് ഈ ജ്ഞാനവും മാത്രം ഉണ്ടായാൽ പോയാൽ അതിന് നമുക്കൊരു ക്രിയാശക്തി കൂടിയുണ്ട്. ഈ ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികളെയാണ് നമ്മൾ ജ്ഞാനശക്തി സരസ്വതി എന്ന ഭാവത്തിൽ നമ്മൾ ആരാധിക്കും. സരസ്വതിയായിട്ട് നമ്മൾ ആരാധിക്കും.
ജ്ഞാനശക്തി. ജ്ഞാന ശക്തി, ഇച്ഛാശക്തിയാണ് ലക്ഷ്മിയായിട്ട്, ക്രിയാശക്തി കാളിയായിട്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനവും ഇച്ഛയും മാത്രം ഉണ്ടായപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും സമ്പാദിച്ചു കഴിഞ്ഞു. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് ശക്തിയാണ് കാളിയും. അപ്പോൾ ഇച്ഛ ജ്ഞാന ക്രിയാശക്തിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ആരാധനയിൽ വരുന്ന 6 തരത്തിലുള്ള ആരാധനകളാണ് ശൈവ, വൈഷ്ണവ, ശാക്ത, ഗാണപത്യ, സൗര, കുമാര ഉപാസനകളിലൂടെയാണ് ആരാധനയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൽ ശൈവം എന്ന് പറഞ്ഞാൽ ശിവനുമായി ബന്ധപ്പെട്ടത്, വൈഷ്ണവ എന്ന് പറഞ്ഞാൽ വിഷ്ണുവുമായി ബന്ധപ്പെട്ടത്, ശാക്തം എന്ന് പറഞ്ഞാൽ ശക്തിയുമായി ബന്ധപ്പെട്ടത്, ഗാണപത്യം ഗണപതിയുമായി ബന്ധപ്പെട്ടത്, കുമാരം സുബ്രഹ്മണ്യപുരാണ്, സൗരം സൂര്യനുമായി ബന്ധപ്പെട്ടത്. ഇതിൽ നമ്മൾ ശാക്തം ആയിട്ടുള്ള ശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ശാക്തം എന്നാണ് പറയുന്നത്. ഞാൻ മുൻപ് കഴിഞ്ഞ 2 സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മുൻപ് കാലത്ത് ഇതൊക്കെ ഒരു മതങ്ങളായിട്ട് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരെ പരസ്പരം തമ്മിൽ തർക്കിക്കുന്നത് പോലെ ഇവരൊക്കെ അവരവരുടേതായിട്ടുള്ള മതങ്ങളാണ് ശരി, അവർ പറയുന്ന സിദ്ധാന്തങ്ങളാണ് ശരി എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യാറ്. അപ്പോൾ ഇവിടെ ശക്തി, ശക്ത എന്ന് പറയുന്ന ഒരു അബ്ദുനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു കാണാൻ കഴിയുന്ന ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ശൈവരും വൈഷ്ണവരും ഗാണപത്യരും കുമാരരും സൗരരും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ശക്തം എന്ന് പറയുന്നത്. അവർക്കും ശക്തി കൂടാതെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ശിവന്റെ കൂടെയാകുന്ന സമയത്ത് അത് പാർവതിയായിട്ടും സതിയായിട്ടും ഒക്കെയുണ്ട്. വിഷ്ണുവിൻ്റെ കൂടെയാകുന്ന സമയത്ത് ലക്ഷ്മിയാണ്, ലക്ഷ്മി സമേതനായിട്ട്. ബ്രഹ്മാവിൻ്റെ കൂടെയാകുമ്പോൾ സരസ്വതിയായിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ശക്തി സ്വരൂപിണിയെ തന്നെയായിട്ടാണ് ഇത്തരത്തിലുള്ള ദേവതകളാക്കിയുള്ളത്. ഇതിനെയാണ് നമ്മൾ പലതരത്തിൽ കാണുന്നത്. നമുക്കറിയാം, നമ്മൾ ഹൈന്ദവരുടെ ആചരണങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വേദത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും യോഗയുടെയും പന്താവുകളുണ്ട്. അപ്പോൾ വേദത്തിൻ്റെ പന്താവായാലും ശരി, തന്ത്രത്തിൻ്റെ പന്താവായാലും ശരി, യോഗയുടെ പന്താവായാലും ശരി, യോഗത്തിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു പോകുമെങ്കിലും തന്ത്രം എന്ന് പറയുന്നത് അതിബൃഹത്തായ എന്നാണ്. അത് പരമേശ്വരൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ് 64 തന്ത്രങ്ങൾ. ആ 64 തന്ത്രങ്ങൾ കൂടാതെ മറ്റു തന്ത്രങ്ങൾ കൂടിയുണ്ട്. ഈ 64 തന്ത്രങ്ങൾ 64 കലകളായിട്ട് തന്നെയാണ്. അപ്പോൾ വേദവും തന്ത്രവും യോഗയും, അപ്പോൾ ഈ ഒരു 3 പന്താവിൽ കൂടി ആ പരമമായ പദത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് ശരി എന്ന് അല്ല, നമുക്ക് ഇഷ്ടമുള്ള പന്താവ് നമുക്ക് സ്വീകരിക്കാം. വേദത്തിൻ്റെ പന്താവിൽ കൂടി, വേദം എന്ന് പറയുമ്പോൾ 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങൾ, വേദസംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് ഇങ്ങനെ 4 വേദാന്തങ്ങൾ, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം ഇങ്ങനെ 6 വേദാന്തങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, ഷഡ്ദർശനങ്ങൾ, 2 ഇതിഹാസങ്ങൾ. ഇതാണ് കേന്ദ്രവിദ്യയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത്. എങ്കിലും തന്ത്രം 64 തന്ത്രങ്ങൾ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആഗമങ്ങളും നിഗമങ്ങളും അത് ശിവപാർവതി സമാപ്തത്തിലാണ് ഉള്ളത്. ഈ 64 തന്ത്രങ്ങളും 64 കലകളായിട്ട്. ഇത് കൂടാതെ തന്നെ അത് ഒരു പ്രത്യേക ഇതിലൊന്നും ചെയ്യാതെ തന്നെ വ്യക്തമായിട്ട് നിൽക്കുന്ന മഹാതന്ത്രവും കൂടി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മഹാതന്ത്രത്തെ കുറിച്ചാണ് ശക്തി ആരാധനയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനൊക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6 തരത്തിലുള്ള ആചരണങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ട്. 6 ആചരണങ്ങൾ: വാമാചാരം, കൗളാചാരം, സമയാചാരം, മിശ്രാചാരം, ദിവ്യാചാരം, ദക്ഷിണാചാരം. ഇങ്ങനെ 6 തരത്തിൽ. വാമം എന്ന് പറയുമ്പോൾ ഇടത് ഭാഗം, ദക്ഷിണം എന്ന് പറയുമ്പോൾ വലത് ഭാഗം. ദക്ഷിണാചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്ര ആചരണങ്ങളൊക്കെ. നമ്മുടെ നാട്ടിൽ ക്ഷേത്ര ആചരണങ്ങളൊക്കെ വലതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് ഇടതുപക്ഷമായിട്ടുള്ളത് ആണ് വാമാചരണം എന്ന് പറയുന്നത്. അതാണ് കുറച്ചുകൂടി ശക്തിയുമായിട്ട് എടുത്തു നിൽക്കുന്ന ആചരണം എന്ന് പറയുന്നത് വാമാചാരത്തിൽ നിന്നാണ്. മറ്റൊന്നാണ് കൗളാചാരം. ഈ കൗളവും വാമവും ഒക്കെ പ്രധാനപ്പെട്ട, ദേവിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആചരണങ്ങളാണ്. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ
തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കൗളാചാരത്തെക്കുറിച്ച് അതിവിശദമായിട്ട് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ആചരണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ, ശക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദേവി. അപ്പോൾ ഈ ദേവിയെ പറ്റി പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിക്കുന്നവരാണോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ദേവിയെ, ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ശക്തിയെ അറിയാൻ പറ്റുക, പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഒന്ന് ദേവി മഹാത്മ്യം, മറ്റൊന്ന് ലളിതാ സഹസ്രാമം, ലളിതാ ത്രിശതി, ബാലാവിംശതി, സൗന്ദര്യലഹരി. ഈ 5 ഗ്രന്ഥങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. മറ്റു ഗ്രന്ഥങ്ങളിൽ അധികവും ഉണ്ടെങ്കിലും ദേവി മഹാത്മ്യം, മറ്റു ഗ്രന്ഥങ്ങളുണ്ട്, ദേവി ഭാഗവതം പോലെയുള്ള അല്ലെങ്കിൽ പോലെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് പ്രചാരത്തിലുള്ളത്. ഇവിടെ ദേവി മഹാത്മ്യം നമുക്കറിയാം. മാർക്കണ്ഡേയ പുരാണത്തിലെ 18 പുരാണങ്ങളിൽ സിദ്ധമായിട്ടുള്ള മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഭാഗമാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. ഒരു 13 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും ഉള്ള സപ്തശതി എന്നാണ്. 700 എന്ന സപ്തം എന്ന് പറഞ്ഞാൽ 7, ശതി എന്ന 100, സപ്തശതി 700 ശ്ലോകങ്ങളാണ്. ഭഗവത്ഗീതയും 700 ശ്ലോകങ്ങളാണ്. പക്ഷേ സപ്തശതി എന്ന് പറഞ്ഞാൽ ദേവി മഹാത്മ്യത്തെയാണ് സപ്തശതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ദുർഗാ സപ്തശതി എന്നും ചണ്ഡി സപ്തശതി എന്നും അങ്ങനെ മറ്റൊരു പേരുമുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതിനെ സപ്തശതി എന്നല്ലെങ്കിൽ ദേവി മഹാത്മ്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ടുകാലത്ത് എല്ലാ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ വാങ്ങി വെക്കേണ്ടതാണ്, ഉണ്ടാവേണ്ട ഗ്രന്ഥമാണ്. സാധാരണ പറയാം, ഈ ദേവി മഹാത്മ്യം ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന വീടുകളിൽ മറ്റ് ബാധാദോഷങ്ങളൊന്നും ഏൽക്കില്ല, ദുർമന്ത്രവാദങ്ങളും ബാധാദോഷങ്ങളും അങ്ങനെയുള്ള അഭിചാരദോഷങ്ങളൊന്നും ഏൽക്കില്ല എന്നാണ് പറയുക. അത് പണ്ട് ദുർഘടമായ പാതകളിൽ കൂടി സഞ്ചരിച്ചിരുന്ന, ഇന്നുപോലെ തന്നെ വാഹന ഗതാഗതങ്ങളും അതുപോലെ തന്നെ വെളിച്ചവും വഴിവിളക്കുകളൊന്നും ഇല്ലാത്ത കാലത്ത് കാട്ടിൽ കൂടിയൊക്കെ ദുർഘടമായ പാതയിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്നവർ ഈ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് യാത്രയിൽ ഉപയോഗിച്ചിരുന്ന ദേവി മഹാത്മ്യമാണ്. ഒരു പട്ടിൽ പൊതിഞ്ഞ് അവരെ തോൽസഞ്ചിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ കയ്യിൽ വെക്കുമെന്നാന്ന് പറയും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 13 അധ്യായങ്ങളിൽ ദേവി മഹാത്മ്യമല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചു പോവുകയാണ്. ദേവി മഹാത്മ്യത്തിൽ ദേവിയെക്കുറിച്ച് പറയുന്നത് നവദുർഗമാരെ കുറിച്ചാണ്. 9 ദുർഗമാരെ കുറിച്ച് പറയും. നമ്മൾ നവരാത്രി കാലഘട്ടങ്ങളിൽ അല്ലേ, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വെളുത്ത പക്ഷത്തിലെ 9 ദിവസങ്ങൾ, അതാണ് നവരാത്രികളായിട്ട് ആഘോഷിക്കുന്നത്. ഭാഗവതത്തിൽ ദേവി മഹാത്മ്യത്തിൽ പ്രഥമം ശൈലപുത്രി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, പുഷ്പാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേ, ഷഷ്ടം കാത്യായനി, സപ്തമം കാളിരാത്രി, മഹാഗൗരി അഷ്ടകം പറഞ്ഞിട്ട് 9ാമത്തെ ദിവസം സിദ്ധിദാത്രിയായിട്ട് അങ്ങനെ 9 എത്തും. 1ാമത്തെ ദിവസം ശൈലപുത്രിയായിട്ടും, 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠയായിട്ടും, 3ാമത്തെ ദിവസം പുഷ്പാണ്ഡയായിട്ടും, 5ാം സപ്തമാതിയായിട്ടും കാർത്യായനിയായിട്ടും ഒക്കെ വരുന്നത്. സപ്തമം കാളിരാത്രി എന്ന് പറയുന്ന 7ാമത്തെ ദിവസം കാളിരാത്രിയായിട്ടും, ഗൗരവർണ്ണത്തെ ശിവൻ കറുത്തവൾ കാളി എന്ന് വിളിച്ച സമയത്ത് വെളുത്ത വർണ്ണമെടുത്ത് വെള്ളം മഹാഗൗരിയായിട്ടുള്ള ദേവത. അവസാനം 9ാമത്തെ ദിവസം സിദ്ധിദാത്രി എന്നുള്ള പേരിൽ സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന ദേവത. ഇതാണ് ദേവിയുടെ 9 ഭാവങ്ങളായിട്ട് പറയുന്നത്. ദേവി മഹാത്മ്യം. അതുപോലെ തന്നെ മറ്റൊന്നാണ് സപ്തമാതാക്കൾ എന്നുള്ളത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള സപ്തമാതാക്കളെ കേട്ടിട്ടുണ്ടായിരുന്നു. സപ്തമാതാക്കൾ പ്രതിഷ്ഠകൾ കണ്ടിട്ടുണ്ട്. എവിടെയാ? കളരിവാതിക്കലില് സപ്തമാതൃക്കൾക്ക് മാത്രമായിട്ടുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളതായിട്ട് അറിയാവോ? സപ്തമാതൃക്കൾക്ക് മാത്രമായിട്ട്. കളരിവാതിക്കലിലുള്ളത് മാതൃശാലിയിൽ, അവിടെ അമ്മയെ കൂടാതെ അമ്മയുടെ കൂടെ മാതൃശാലിയിലുള്ള. മറ്റു ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ തെക്ക് ഭാഗത്ത്, ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു പല പോലെയുള്ള ഇതിൽ ചെറിയ കല്ലുകളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് സപ്തമാത. അപ്പോൾ ഇത് മാതൃശാലിയോട് കൂടിയിട്ടുള്ള, നമ്മളതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ ഈ സപ്തമാതൃക്കൾക്ക് മാത്രമായിട്ട് ക്ഷേത്രമുള്ളതൊന്നും നമ്മൾ കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണ ചപ്പാരം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടുത്തെ സപ്തമാതൃപുരമാണ് ചപ്പാരമായിട്ട് ലോപിച്ച് ചപ്പാരമായി സപ്തമാതൃപുരമാണ്. അവിടെ മണത്തണയുള്ള നായർ സമുദായത്തിൽപ്പെട്ട അവരെ 7 ഇല്ലക്കാർ എന്നാണ് പറയുന്നത്. 7 ഇല്ലങ്ങൾ. അവിടെ ഓരോ ഇല്ലത്തിനും ഓരോ ദേവതയാണ് അവരുടെ കുടുംബപരദേവത.
അവരാണ് അവിടെ പൂജകൾ, ശക്തയ വിധാനത്തിലുള്ള പൂജകൾ നടക്കുന്ന പ്രദേശമാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയേണ്ടത് സപ്തമാതൃപുരമാണ്. അവിടെയാണ് ശിവന്റെ ശക്തി ഇരിക്കുന്നത്. അവിടുത്തെ വാളിൽ ആവാഹിച്ച ശക്തി കൊട്ടിയൂരിലെത്തി, വളറയിലെത്തിയാൽ മാത്രമേ കൊട്ടിയൂർ ഉത്സവം തുടങ്ങുകയുള്ളൂ. അതാണ് ഭണ്ണാരത്തിന്റെ കൂടെ, കൊട്ടിയൂർ ഉത്സവത്തിന് ഭണ്ണാരത്തിന്റെ കൂടെ ആനയുടെ കൂടെ പോകുന്നത് ആ ദേവിയെ തന്നെയാണ് തിടമ്പിലെത്തി അമ്മാറക്കിളിയിലും അവരുടെ ഒക്കെ വെക്കുന്നത്. അത് തന്നെയാണ് പിന്നീട് വാളാശാൻ മറന്നു പറഞ്ഞ അവിടെ പൂജ ചെയ്യുന്ന അധികാരപ്പെട്ട യജ്ഞന്മാർ വാളിൽ ആവാഹിച്ചു. വാളാട്ടം എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ട് കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയും. ഇതൊക്കെ ഈ സപ്തമാതൃക്കളുടെയാണ് അവിടെ ആചരിക്കുന്നത്. അപ്പോൾ സപ്തമാതൃക്കൾക്ക് മാത്രമായിട്ട് കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തെക്കോട്ട് നോക്കിയിട്ടാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കിഴക്കോട്ടോ വടക്കോട്ടോ പ്രതിഷ്ഠയുള്ള സമയത്ത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്കോട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ ദർശനം. അത് കൊടുങ്ങല്ലൂർ ഭഗവതിയെ നോക്കിയിട്ട് നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തച്ചോളിയോദനും തച്ചോളിപ്പൂവൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ മണത്തണ കളരിയിൽ വെച്ച് കളരി അഭ്യാസം നടത്തിയതായിട്ടും ഇന്നും തുറക്കാത്ത നമ്മുടെ പത്മനാഭസ്വാമിയുടെ നിലവറ പോലെയുള്ള ഒരു നിലവറ അവിടെയുണ്ട്. അതൊക്കെ തച്ചോളിയോദനോ അല്ലെ തച്ചോളിപ്പൂവൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അടച്ചതാണെന്നും അല്ലാതെ പോർക്കലി തന്നെ അടച്ചതാണെന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സപ്തമാതൃക്കൾക്ക് മാത്രമായിട്ട് ശക്തി ആരാധനയിൽ പ്രത്യേകതയുള്ള ഇതിലെ നിഗൂഢമായിട്ടുള്ള പലതും ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ സപ്തമാതൃപുരം നമ്മൾ ശക്തി ആരാധനയെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവിടെ സപ്തമാതൃക്കൾ എന്ന് പറയുമ്പോൾ ഒന്ന് ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ട. 7 പേരാണ്. ഇതിന്റെ പേര് വെച്ചാൽ ബ്രഹ്മാവിന്റെ ശക്തി സ്വരൂപിണിയാണ് ബ്രാഹ്മി. ബ്രഹ്മാവ് സൃഷ്ടിയുടെ കാരണമായിട്ടുള്ള ബ്രഹ്മാവിന്റെ ശക്തി സ്വരൂപിണിയാണ് ബ്രാഹ്മി. മഹേശ്വരന്റെ സ്വരൂപിണിയാണ് ശക്തി സ്വരൂപിണിയാണ് മഹേശ്വരി. കുമാരന്റെ ശക്തി സ്വരൂപിണിയാണ് കൗമാരി. വിഷ്ണുവിന്റെ ശക്തി സ്വരൂപിണിയാണ് വൈഷ്ണവി. ഇന്ദ്രന്റെ ശക്തി സ്വരൂപിണിയാണ് ഇന്ദ്രാണി, ഐന്ദ്രി എന്നൊക്കെ പേരുള്ളത്. അപ്പോൾ അടുത്തത് വരാഹരൂപത്തിന്റെ വാരാഹി 6ാമത്തെ. 7ാമത്തെ ഈ 6ലും ബലവീര്യമുള്ളവർ. അങ്ങനെ ഒരു പാട്ടില്ല. 6 പേരുടെയും ശക്തി ചേർന്ന ശക്തിയുടെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ചാമുണ്ട. ഈ 7 പേരാണ് സപ്തമാതൃക്കൾ എന്ന് പറയുന്നത്. പല ക്ഷേത്രങ്ങളിലും ഉപദേവതകളായിട്ട് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ബലിക്കലിന് പ്രത്യേകമായിട്ട് ഈ 7 പേർക്ക് സ്ഥാനങ്ങളുണ്ടാവും. ശക്തയ വിധാനത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അത് മാതൃശാലയും ഗണപതിയോടും ഭൈരവനോടും കൂടി ചേർന്നിട്ടുള്ള വിധാനത്തിലുള്ള, അത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. അവിടെ ഈ സപ്തമാതൃക്കൾക്ക് പ്രതിഷ്ഠയുണ്ട്. ഇതാണ് ശക്തികൾ. ഇപ്പോൾ നമുക്ക് മനസ്സിലായ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും കാരകനായിട്ടും അതേപോലെ തന്നെ ദേവന്മാരുടെ കേന്ദ്രങ്ങളായിട്ടുള്ള ഇതൊക്കെ, അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും ഗുരുവായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ കാർത്തികേയന്റെ ഒക്കെ ശക്തി സ്വരൂപിണിയായിട്ടും പിന്നെ ശക്തിയുടെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടും. അപ്പോൾ അതീവ പവർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ സപ്തമാതൃക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ദശമഹാവിദ്യകളെ പറ്റിയിട്ട്. കേട്ടിട്ടുണ്ടോ ദശമഹാവിദ്യകൾ? നവദുർഗമാരെ കുറിച്ച് കേട്ടു. സപ്തമാതൃക്കൾ ദശമഹാവിദ്യകൾ എന്ന് പറഞ്ഞാൽ കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ബഗ്ലാംഗി, ധൂമാവതി, മാതങ്കി, കമല. ഈ 10 പേരാണ് ദശമഹാവിദ്യകൾ. ഇത് മഹാവിദ്യകളാണ്. അപ്പോൾ അതിൽ തന്നെ കാളിയും താരയും മഹാവിദ്യകളും, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി ഇതൊക്കെ വിദ്യകളും ഒക്കെ. അതുപോലെ മാതങ്കിയും കമലയും ഒക്കെ സിദ്ധവിദ്യകളുമാണ്. അപ്പോൾ പൊതുവെ ഇവിടെ 10 പേരെയും ചേർത്ത് ദശമഹാവിദ്യകൾ എന്ന് പറയും. അപ്പോൾ ദശമഹാവിദ്യകളുടെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലില്ലെങ്കിലും ദശമഹാവിദ്യകളിൽ ഒരു വിദ്യ വളരെ പ്രചാരത്തിലുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ദശമഹാവിദ്യകളിൽ ഒരു വിദ്യ, ആ വിദ്യയുടെ പേരാണ് ശ്രീവിദ്യ. സിനിമാ നടിയല്ലേ ശ്രീവിദ്യ, കേട്ടിട്ടുണ്ടാവും. ശ്രീവിദ്യ എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ ദശമഹാവിദ്യ. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ബഗ്ലാംഗി, ധൂമാവതി, മാതങ്കി, കമല. ഇതിൽ ഷോഡശി എന്ന് പറയുന്ന 16 അക്ഷരമുള്ള മന്ത്രമാണ്.
അതുകൊണ്ടാണ് അതിനെ ഷോഡശാക്ഷരി എന്നൊക്കെ പറയും. അതിൽ 15 അക്ഷരം വരുന്ന പഞ്ചദശാക്ഷരി എന്ന് പറയും. ഇതാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയും. അതിന് കൂടെ ഒരു ബീജാക്ഷരവും കൂടി ചേർത്ത് അതിനെയാണ് ശ്രീവിദ്യാ മന്ത്രം എന്ന് പറയും. ശ്രീവിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാജ്യം ദേഹ്യോ ദേഹി ഷോഡശാക്ഷരി എന്ന് പറയും. രാജാവിന് രാജ്യം വേണ്ടെങ്കിൽ കൊടുക്കാം. എൻ്റെ രാജ്യം തന്നെ, പല രാജാക്കന്മാരും രാജ്യം തന്നെ വിട്ടൊഴിച്ചിട്ട് സന്യാസത്തിനൊക്കെ പോയിട്ടുണ്ട്. രാജാവിന് രാജ്യം വേണ്ടിക്ക് വിട്ടുകൊടുക്കാം, തൻ്റെ ശിരസ് ജീവൻ തന്നെ കൊടുക്കാം, പക്ഷേ ഷോഡശാക്ഷരി കൊടുക്കില്ല. അതുകൊണ്ടാണ് ഷോഡശാക്ഷരി മന്ത്രം പൂർവ്വജന്മ പുണ്യവും പരമ്പരയുടെ പുണ്യവും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ കിട്ടൂ. അതിനെക്കുറിച്ച് അതുകൊണ്ട് പല ആളുകളും നമ്മൾ ഇന്ന് കൂടിയ ആൾക്കാർക്കും നമ്മൾ പല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. എത്രയോ ആധ്യാത്മിക ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് കേൾക്കുപോലുമില്ല, ആരും പറയില്ല. അറിയാത്തത് കൊണ്ടല്ല, അവർക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല, ആരും അതിനെക്കുറിച്ച് പറയില്ല പ്രത്യേകിച്ച്. അപ്പം അത്രയും രഹസ്യമാണ്, അത് രഹസ്യവിദ്യയാണ്. അത് അതിന് യോഗ്യതയുള്ളവർ മാത്രമേ അതിനെക്കുറിച്ച് കേൾക്കുക പോലും. അതാണ് ഷോഡശാക്ഷരി എന്ന് പറയുന്നത്.